ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെൻ ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിൻ്റെ തമ്പിനെയിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിക്കാണ് ഉണ്ടാക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ തമ്പിനെയിൽ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് തുറക്കുന്ന ആ ഒരു ടൈമിൽ കാണുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ചെയ്ത് കാണില്ല, അതിനാണ് തമ്പിനെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തമ്പിനെയിൽ നല്ല ക്ലിയർ ആയിക്കാണ്ട് നല്ല HD ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമുള്ളൂ നമ്മുടെ തമ്പിനെയിൽ കണ്ടാണ് വീഡിയോ എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തമ്പിനെയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മളെ വീഡിയോയിൽ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ തമ്പിനെയിലിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ തമ്പിനെയിൽ മുഴുവനായിട്ട് പാരഗ്രാഫായി എഴുതൊന്നുമില്ല, അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താണ് അതിൽ പറയുന്നത് എന്നാണ് ഈ ഒരു തമ്പിനെയിലിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തമ്പിനെയിൽ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇതുപോലെ ഈ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ട ഒരുപാട് വീഡിയോസ് ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തൊരു എഡിറ്റിൻ്റെ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് പോയി കണ്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും ഉള്ള വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ യൂട്യൂബ് സംബന്ധമായിട്ട് എല്ലാവരും ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തമ്പിലൈന് ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സൽ ആപ്പ് ഇറന്ന ഈ ഒരു ആപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പിക്സൽ ആപ്പ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും കേട്ടോ ഓപ്പൺ ആവുന്നത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമേജിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല ഇതുപോലെ 3 ഡോട്ട് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. 5ാമത്തെ ഓപ്ഷനാണ് ഇമേജ് സൈസ്. അതൊന്ന് ക്ലിക്കാക്കിയതിന് ശേഷം ഇതുപോലൊരു പേജായിരിക്കും കേട്ടോ വരുന്നത്. കസ്റ്റം എന്ന് പറയുന്ന ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ആ ആരോ മാർക്കുമ്പോൾ നെക്കി കൊടുത്താൽ ഇതുപോലൊരു പേജും കൂടി വരും കേട്ടോ. ഇതിൽ നമുക്ക് യൂട്യൂബ് തമ്പിലൈൻ എന്ന 5ാമത്തെ ഓപ്ഷനിൽ പോയി കണ്ട് നെക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഓക്കെ എന്ന ബട്ടൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ യൂട്യൂബിൻ്റെ ബാനർ ചെയ്യാനും ടിക്ടോക്കിൽ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് തമ്പിനെയിൽ എന്ന ഓപ്ഷനാണ് നെക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതുമ്പോൾ പോയി നെക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് തമ്പിനെയിലിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കാം. അപ്പോൾ താഴെ കണ്ടില്ല ഇതുപോലൊരു ബോക്സിലൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെക്കാവുന്ന കളറുകൾ ഇതുപോലെ 2 ഡബിൾ കളറോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒറ്റ കളറൊക്കെ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ആക്കേണ്ടത്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തമ്പിനെയിലിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിന് നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തമ്പിനെയിലുള്ള കളർ ഇവിടെ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അത് ഞാനിവിടെ നമുക്ക് യൂസ് ആക്കാവുന്ന കളറാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു മെറൂൺ ടൈപ്പിലുള്ളൊരു തീമാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഈ ഒരു കളറിൻ്റെ ബോക്സിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെറൂൺ ഒന്ന് സെർച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് കാണുന്നുണ്ടാകും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാക്കൊണ്ട് ഇതുപോലെ ഒരു പേജായിരിക്കും വരുന്നത്. അതിൽ നമുക്ക് വേണ്ട കളർ നമുക്ക് ചൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മെറൂൺ ടൈപ്പിലുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യൂസ് ആക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഒരു റെഫറൻസ് എടുത്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണ് ചെയ്യാവുന്നത്, ഏത് കളറൊക്കെ വേണം തീം എന്നൊക്കെ ഫസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഞാനിതാക്കണം മെറൂൺ ടൈപ്പിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രേ കളർ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. അതിന് ഈ മാക്സിമം ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നീക്കി കൊടുക്കുന്ന ഓപ്ഷന് മാക്സിമം ഈ ഭാഗത്തേക്ക് ഞാൻ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കളർ ചൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ ഉണ്ടാകും പ്ലസ് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ. അതും ആക്കി കൊടുത്താൽ നമുക്ക് ഒരു കളറും കൂടി ആഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് തീമിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ ഇതുപോലെ ഒരു 5-6 ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത്
ഷെയ്ഡിലാണ് വേണ്ടത്, സെൻറ്റർ ഭാഗത്താണ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗത്താണ് ഷെയ്ഡ് കളറ് വ്യത്യാസം വരുന്നത് എന്നുള്ളതിനൊക്കെ ഒരു ചെറിയൊരു ഓപ്ഷനാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ആക്കാം. അപ്പോൾ ഞാനിതാക്കുന്നു ഇങ്ങനെ ഒരു മെറൂൺ ടൈപ്പിൽ അവിടെ ഒരു ബ്ലാക്കും കൂടി കൊടുത്തുകൊണ്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്കതിൻ്റെ ഇടയിലൊക്കെ കളർ കൂട്ടണം എന്നുണ്ടെങ്കിൽ പല പല ഐറ്റം കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്ലസ് പോയിൻ്റ് കണ്ടില്ല, അതിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ ആഡാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മെറൂണിൽ നിന്ന് ബ്ലാക്കിലേക്ക് വരുന്ന ആ ഒരു തീമിലാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഓക്കെ എന്ന ബട്ടൺമേൽ ഞെക്കിയാൽ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വരും കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. നമുക്ക് ടിക്ക് എന്ന ഓപ്ഷനിൽ നീക്കിയതിന് ശേഷം ടെക്സ്റ്റിലേക്ക് വരാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോസൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൽ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തകുന്ന സെൻറ്റർ ഭാഗത്തുള്ള ആ ഓപ്ഷനിൽ നെക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് വരും, അതിൽ നിന്ന് നെക്കി കൊടുത്താൽ ഡയറക്റ്റായി ഗാലറിയിലേക്ക് എത്തും കേട്ടോ. ഞാനിവിടെ തമ്പനെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്ന ഒരു ലോഗോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിൽ ആകൃതിയിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്, റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ലോഗോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കൊണ്ട് ലോഗോ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പറ്റുന്ന ഷേപ്പിൽ നമുക്ക് എത്രത്തോളം സൈസ് വേണമെന്ന് വെച്ചാൽ ആ ഒരു സൈസിൽ നമുക്ക് ഇവിടെ സെറ്റാക്കി വെക്കാം. നമ്മൾ ആദ്യം എല്ലാതും സെറ്റാക്കി വെക്കാം കേട്ടോ, അതിന് ശേഷമാണ് എല്ലാതും ക്ലിയർ ആക്കുന്നത്. ലോഗോ വെച്ചതിന് ശേഷം ഇതുപോലെ ടെക്സ്റ്റിലേക്ക് പോകുക കേട്ടോ. എ എന്ന ഭാഗത്ത് ടെക്സ്റ്റ് ഉണ്ടാകും. ആ ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്താണ് ടെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ യൂട്യൂബ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് വേണ്ട കളറും കൂടി ഇവിടെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ താഴെ ഈ ഒരു ടെക്സ്റ്റിൽ ചെയ്യേണ്ട എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ആട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിൽ ഞാൻ കളർ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. കളറ് ഞാനിവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്കിത് കളർ ചേഞ്ച് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാക്കണോ അതൊക്കെ ഇതിന് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് ഒന്ന് ചൂസ് ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിൻ്റെ ഫൗണ്ട്, അതായത് സ്റ്റൈൽ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ, ഫൗണ്ട് പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടാകും, നമുക്ക് അത് യൂസ് ആക്കാം. ഞാനിതായിട്ട് ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഡാർക്ക് തീമിൽ ഡാർക്ക് ടെക്സ്റ്റ് ചെയ്താൽ കാണില്ല എന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു മാറ്റമാണ് ഞാൻ ഈ വരുത്താൻ പോകുന്നത്. അതിനിതാക്കുന്നു താഴെയുള്ള ഓപ്ഷനിൽ ലാസ്റ്റിൽ റോക്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അവിടെ പോയി കണ്ട് നമുക്ക് നെക്കി കൊടുത്താൽ ഇതുപോലെയുള്ള പേജ് വരും. അതിനുശേഷം നമ്മുടെ ആ ഒരു യൂട്യൂബ് എന്ന ഭാഗത്ത് സൈഡിലായിട്ട് വൈറ്റ് ഭാഗം കണ്ടില്ല, അതുപോലെ വരും കേട്ടോ. നമുക്ക് വൈറ്റ് മാത്രമല്ല ഏത് കളർ വേണമെങ്കിലും യൂസ് ആക്കാം. ഞാനിവിടെ ബ്ലാക്കിൽ വൈറ്റാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റും കൂടി ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അടുത്ത് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് സൂപ്പർ തമ്പനെയിൽ എന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കാട്ടിയ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിലാക്കുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കളറിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കാണ്ട് കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ടോ. നേരത്തെ കാട്ടിയ പോലെ തന്നെ കളർ ചൂസ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കളറ് ആഡാക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ തന്നെ ബാനർ സെറ്റാക്കാം. അതിന് മുമ്പ് ഇപ്പോൾ ഇതാക്കണോ ഇനി ഇതുപോലെ ഫൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫൗണ്ട് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആണത്, ഇത് സെപ്പറേറ്റ് ആയിക്കാണ്ട് രണ്ട് സെൻറ്റൻസിൻ്റെ പോലെ താഴെയും മുകളിലാക്കാനുള്ള ഓപ്ഷനായിട്ട് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുണ്ടാവട്ടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു പാരഗ്രാഫിൻ്റെ മോഡലാക്കിയിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് പറ്റുന്ന വിധത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ രീതിയിലൊന്നായി വരും. ഇത് നേരത്തെ കാട്ടിയ പോലെ തന്നെ നമുക്കതൊന്ന് സെറ്റാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെറ്റാക്കി വെക്കുന്നുള്ളൂ കേട്ടോ.
ഇനി അടുത്തത് ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു വൈറ്റ് ഭാഗം ഒന്ന് കൊണ്ടുവന്ന് വരികയാണ്. അപ്പോൾ ഇതാക്കണം വൈറ്റ് ഭാഗം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് എത്രത്തോളം വേണമെന്നുണ്ട് ഒരുപാട് വൈറ്റൊന്നും ആക്കാൻ നിൽക്കരുതിട്ടോ, അപ്പോൾ ഒരു ബോറായിക്കരം. ഒരുപാട് നാക്കാതെ ഒരു മീഡിയം സൈസിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് വെച്ചൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ നമ്മൾ നേരത്തെ യൂട്യൂബിലാക്കിയ ആ ഒരു സ്റ്റൈൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കാണാൻ കുറച്ചൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വലിപ്പമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടിയും എഴുതി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ആഡാക്കി അതിന് ശേഷം ഇതാക്കണം ഇതുപോലെ ഒരു പേജ് വന്നു ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി ചെയ്യുന്നത് നിർമ്മിക്കാം എന്ന ഒരു ടെക്സ്റ്റാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. അത് മലയാളത്തിലാണ് എഴുതുന്നത്. ഇതാക്കണം നിർമ്മിക്കാം എന്നൊരു ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഇതുപോലെ നേരത്തെ കാട്ടിയ പോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളറാട്ടോ ചൂസാക്കുന്നത്. അതിന് ശേഷം ഇതിനൊരു ബാനർ വെക്കുന്നുണ്ട്. നമ്മൾ മലയാളം ആയതുകൊണ്ട് ഫൗണ്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. ടെയിൽ എന്ന ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്നാക്കിയതിന് ശേഷം ഇനി ബാനർ വെക്കുന്നുണ്ട് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കാണ്ട്. അപ്പോൾ ഞാനവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടി എന്നൊരു ഓപ്ഷനിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നിട്ടുള്ളത്. അതൊന്നാക്കിയതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഓരോന്നായിട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം ആ യൂട്യൂബിൻ്റെ ആ ഒരു ലോഗോ ഞാൻ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. യൂട്യൂബും അതുപോലെ കുറച്ച് വലുതാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ തമ്പനെയിൽ എന്ന ആ ഒരു ഓപ്ഷനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇവിടെ നമ്മൾ എഴുത്തൊന്ന് ഫില്ലായിട്ടുണ്ട്. ഇതിലേക്ക് ഫോട്ടോ ആഡ് ആക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കാട്ടിയ പോലെ തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നെക്കിയതിന് ശേഷം ഇതുപോലെ ഗാലറിയിലേക്ക് പോയിട്ടോ. ഗാലറിയിലേക്ക് പോയതിന് ശേഷം ഇതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ചെയ്ത ഒരു പിക്കാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിനനുസരിച്ച് വലിപ്പം ഒട്ടേറെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാക്കണം ഈ ഒരു ഓപ്ഷന് വന്ന് ഫസ്റ്റത്തെ ഓപ്ഷന് കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇതുപോലൊരു പേജ് വരും. ഇനി നമുക്ക് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഡിലീറ്റ് ആക്കാവുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ചൂസാക്കാം. അപ്പോൾ ഇതാക്കണം ഞാൻ ആ പിക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് കണ്ട് വരും കേട്ടോ. കണ്ടില്ല ഇതുപോലെ നായി വന്നിട്ടുണ്ട്. ഇനി ആ ഡൗൺലോഡ് ബട്ടൺ നെക്കി ഡൗൺലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നേരെ ഗാലറിയിലേക്ക് പോയി നോക്കിയാൽ ആ ഒരു ഭാഗം നമുക്ക് കാണാവുന്നതാണ്. ഗാലറിയിൽ ഡയറക്റ്റ് ആയി കണ്ടൊന്ന് ആഡായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ല ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം കൊടുത്തില്ല അതുപോലെ നമ്മൾ പിക്ചറിന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ എന്താക്കണം ഈ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാക്കണം നമ്മുടെ യൂട്യൂബിൽ തമ്പിനെയിൽ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോൻ്റെ തമ്പിനെയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ എല്ലാത്തിനും ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് പെർഫെക്റ്റ് ആയിക്കണോ ഇല്ലേ നോക്കിയതിന് ശേഷം മേലെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അവിടെ പോയിക്കാണ്ട് സേവ് ടു ഗാലറി എന്നൊരു സേവിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു തമ്പിനെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഗാലറിയിൽ പോയാൽ അത് കാണും കേട്ടോ. കണ്ടില്ല ഞാൻ ഈ രീതിയിലാണ് എൻ്റെ തമ്പിനെയിലൊക്കെ പെർഫെക്റ്റ് ആക്കി കണ്ട് നല്ല രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഈ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണം കേട്ടോ. ബൈ. അസ്സലാമു അലൈക്കും.